ചൈനക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചൈനീസ് ടീ. ചൈനീസ് ടീ കൾച്ചർ എന്നൊക്കെ നമ്മൾക്ക് പല സ്ഥലത്തും വായിക്കാൻ പറ്റും. ചൈനയിലെ ഒട്ടുമിക്ക ഓഫീസ് ടേബിളുകളെയും രീതി ഇതാ ഇങ്ങനെയായിരിക്കും. ഇതൊരു ഇൻഡക്ഷൻ കുക്കർ ബേസ്, അതിനോട് ചേർന്ന് ഒരു പാത്രം, ഒരു കപ്പ് ക്ലീൻ ചെയ്യാനും ഹോൾഡ് ചെയ്യാനുള്ള ഒരു പാത്രം, പിന്നെ ചൈനീസ് ടീ ഉണ്ടാക്കുന്ന കുറച്ച് ടൂൾസ്, ഈ സെന്റർ പോർഷൻ ഇതിന്റെ ഡ്രൈനേജ് വേസ്റ്റേജ് സിസ്റ്റം. അങ്ങനെയാണ് ഇവിടുത്തെ ഓഫീസുകൾ. അപ്പോൾ ഒരു ഗസ്റ്റ് എന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്നാൽ ആചാരപരമായി നമ്മൾ ആദ്യം അവർക്ക് കൊടുക്കേണ്ടത് ടീ ആണ്. അപ്പൊ ഇവിടെ ഈ ബട്ടൺ അമർത്തിയാൽ ഇൻഡക്ഷൻ കുക്കർ ഓണായി, ഓട്ടോമാറ്റിക് ഇതിനകത്ത് വാട്ടർ ഫിൽ ചെയ്യുന്നു. വാട്ടർ ടാങ്ക് ഇതിന് അടിയിൽ തന്നെ ഈ ബോക്സിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെ വാട്ടർ ഫിൽ ചെയ്തതിന് ശേഷം ഇത് തുറന്ന് ആ ചൂടുവെള്ളം കൊണ്ട് ഇങ്ങനെ കപ്പ്, ഈ ചിമിട്ട ഉപയോഗിച്ചിട്ടാണ് കപ്പ് എടുക്കുക. കപ്പ് എടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് കപ്പൊക്കെ ക്ലീൻ ചെയ്ത് അതിനുശേഷം ഇതിനകത്തോട്ട് തേയിലയിട്ട് ഇതിൽ ചൂടുവെള്ളം ഒഴിച്ച് ഫസ്റ്റത്തെ വെള്ളം ഒഴിവാക്കി അതിനുശേഷം രണ്ടാമത് ഒഴിച്ച് കുറച്ചു നേരം വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അത് ഇതിനകത്ത് ഒഴിച്ച് സെർവ് ചെയ്യുന്ന രീതിയാണ് ഇവിടുത്തെ ചൈനീസ് ടീ കൾച്ചർ. ഇതിനകത്ത് പാലിടുന്നില്ല, പഞ്ചസാര ഇടുന്നില്ല. നമ്മളുടെ ഏകദേശം ഒരു ഗ്രീൻ ടീനോട് സാമ്യമായ ഒരു തേയിലയാണ് ഇതിനകത്ത് ഇടുന്നത്. അങ്ങനെ ആചാരപരമായി ചായ കൊടുക്കുക എന്നുള്ളതാണ് ഏത് ഓഫീസിന്റെയും രീതി. ചൈനീസ് ടീ കൾച്ചറിന്റെ വലിയ ഹബ്ബുകളും ചൈനയിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. പ്രധാനപ്പെട്ട ഗസ്റ്റുകളോ മറ്റോ വന്നാൽ അവർ നമ്മളെ കൂട്ടി ചൈനീസ് ടീ കൾച്ചർ ഹബ്ബിൽ പോയി ചൈനയുടെ ആചാരപരമായ ആ റെഡ് ഏപ്രൺ കോട്ട് ധരിച്ച് നമ്മളെ ഇരുത്തി അവർ ചൈനീസിന്റെ ആചാരപരമായ കോട്ടും അതിന്റെ നടുവിലെ കെട്ടൊക്കെ ധരിച്ച ആളുകൾ വന്നിട്ട് നമ്മൾക്ക് ചായ തരുന്ന ഒരു രീതി. ആ ചായ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് അതിലേറ്റവും പ്രധാനം. അല്ലാതെ ഈ ചെറിയൊരു കപ്പിലെ ചായ എന്ന് പറഞ്ഞാൽ എന്തൊരു വെറുത്തായിട്ട് നമുക്ക് തോന്നൂല. അതും ഒരു കട്ടൻ ചായ ചെറിയ ചൂടില്. പക്ഷെ അതൊരു ചെയ്യുന്ന രീതി, അതിന്റെ ഔപചാരികതകളെല്ലാം കൂടുമ്പോൾ ഇതൊരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമുക്കതൊരു ഫീൽ ചെയ്യും. അതാണ് ചൈനയിലെ ടീ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഈ ടീ ചൈന ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ്. ഇവരുടെ ജീവിതത്തിൽ രാവിലെ മുതൽ രാത്രി വരെ ഇവരോട് കൂടെ ഇടക്കിടക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അതിഥിയാണ് ഈ